എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ കാലാതീതമാണ്. എപ്പോൾ നിങ്ങൾ കണ്ടാലും അത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ പരിശോധിക്കുന്നത് 3 ടാരോട്ട് കാർഡുകളാണ്. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു പോയവർക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഫയല് 10 ഓഫ് സോർഡ്സ്, 10 വാളുകൾ. നിങ്ങളെ വേദനിപ്പിച്ച് പോയവർക്ക് എന്താണ് സംഭവിച്ചത്? അവർ സന്തോഷിക്കുകയാണോ? നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ദുഃഖങ്ങൾ കോരിയിട്ടിട്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നു പോയവരാണവർ. അവർക്ക് എന്താണ് സംഭവിക്കുക? അവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടതാണ്. അത് നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെ നൽകും. അവർ ജീവിതത്തിൽ വലിയ നഷ്ടം അനുഭവിച്ചിരിക്കുന്നു. ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് കാണാം. നിങ്ങളിൽ നിന്ന് പോയവർ ദുഃഖിതരാണ്, ദുഃഖിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയും അവഗണിച്ച് നിങ്ങളെ ഒന്നുമല്ലാതാക്കി, നിങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നും നൽകാതെ അവർ കടന്നുപോയി. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു, വലിയ തരത്തിലുള്ള വിഷമങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനേ കഴിഞ്ഞില്ല. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരെ ഒന്നിനു പുറകെ ഒന്നായി പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്കൊട്ടും സഹിക്കാൻ കഴിയാത്ത, അവർക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ധാരാളം സാഹചര്യങ്ങളുണ്ടായി. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് നിരവധി പ്രതിസന്ധികൾ അവരെ ബാധിച്ചു. നിങ്ങളിൽ നിന്നും അവർ പോയി. നിങ്ങളെ തെറ്റുകാരിയാക്കിക്കൊണ്ട് അവർ കടന്നുപോയി. പക്ഷെ അവർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർക്ക് ബോധ്യം വരുന്നു നിങ്ങളായിരുന്നു ശരിയെന്ന്. പക്ഷെ സമയം അവരെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കാം അവർ നിങ്ങളെ വിദഗ്ധമായി പറ്റിച്ച് കടന്നുപോയി, ഇനി അവർക്കൊന്നും ബുദ്ധിമുട്ടില്ല. അത് തെറ്റാണ്. അവർ വലിയ ബുദ്ധിമുട്ടിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ്. അവർക്കിനി ആ ബുദ്ധിമുട്ടിൽ നിന്നും കൃത്യമായ രക്ഷയില്ല. അവരുടെ കിടപ്പ് കണ്ട നിങ്ങൾക്ക് പോലും സഹിക്കില്ല. ആ അവസ്ഥയിലാണ്. അവർക്ക് കുറ്റബോധമുണ്ട്, വിഷമമുണ്ട്. ചിലപ്പോൾ അവർ തിരിച്ചു വന്നേക്കാം, ഒന്നും പറയാൻ കഴിയില്ല. അടുത്ത വീഡിയോ 5 ഓഫ് കപ്സ് ആണ്. അവർ അതിൻ്റെ വേദനയിൽ മുങ്ങിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ. നിങ്ങൾ അറിഞ്ഞേ ഉള്ളൂ അവർ വേദനിക്കുകയാണെന്ന് നിങ്ങളെ ഓർത്ത്. പക്ഷേ അവരതിൽ വല്ലാതെ അകപ്പെട്ടിരിക്കുന്നു. അവർക്കതിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിയാത്ത രീതിയിൽ, അവർക്കതിൽ നിന്ന് മോചനമില്ലാത്ത രീതിയിൽ. കാര്യം അവരുടെ പ്രവൃത്തിയാണ്. നിങ്ങളെ അവഗണിച്ചതിലൂടെ അവർ ഉദ്ദേശിച്ചതല്ല സാധിച്ചത്. അവർക്ക് സ്വയം മനസ്സിലായി. തനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് അവർക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട്. അപകടങ്ങൾ അവരെ ചുറ്റപ്പെട്ടു. നിങ്ങൾ തന്നെ അന്ന് പറഞ്ഞിരുന്നു കാര്യങ്ങളിങ്ങനെയല്ല, നിങ്ങൾക്ക് നാശം വരുന്നു, സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവരത് കണക്കാക്കിയില്ല. അവർ ധൈര്യമായി മുന്നോട്ട് പോയി. അവർ ആരെയാണോ വിശ്വസിക്കാതെ ഇരിക്കേണ്ടിയിരുന്നത് അവരെ വിശ്വസിച്ചു. അതിൻ്റെ ഫലമാണ് അവരനുഭവിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിതച്ചതേ കൊയ്യൂ. നിങ്ങൾക്കതിൽ പരിധിയുണ്ട്. നിങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്തി. ആ യാഥാർത്ഥ്യം പകൽ പോലെ വെളിച്ചത്തിൽ നിൽക്കുകയാണ്. അവർക്ക് വരേണ്ടി വരും. അവർക്ക് ദുഃഖിക്കും. അവർ ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത കാർഡിലേക്ക് പോകാം. ജസ്റ്റിസാണ് അടുത്ത കാർഡ്. ലാസ്റ്റ് കാർഡാണ്. കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ. പക്ഷെ നീതി നടപ്പിലാവും. അവരുടെ മനസ്സിലെ ദുഃഖങ്ങളും അവരുടെ മനസ്സിലെ കുറ്റബോധവും ഒരു ഇടതടവില്ലാതെ വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറ്റബോധത്തിൽ നിന്ന് അവർക്ക് ഉണരാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച്
വലിയ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടായിട്ടത് മാറി. അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. അവർക്ക് വലിയ വിഷമമുണ്ടായിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ഈ വിഷമങ്ങളും ദുഃഖങ്ങളും എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു നിശ്ചയമില്ല. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. അവർ പ്രതിസന്ധികളെ അതിജീവിക്കുമെന്ന് കരുതാം. നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം കൃത്യമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, കാരണം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചാണ് അവർ കടന്നുപോയെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ എത്തിയെങ്കിൽ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അത് വരില്ല. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചു വരും. നിങ്ങൾ എന്ത് നീതിയാണോ ആഗ്രഹിക്കുന്നത് ആ നീതി നിങ്ങളുടെ ശക്തി നൽകും. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അവഗണിക്കപ്പെട്ട നിങ്ങൾ ഇനി മറ്റൊരു വഴിയും തനിക്കില്ല എന്ന് കരുതി ദുഃഖിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദുഃഖം വേണ്ട. നിങ്ങളിലേക്ക് ആ വ്യക്തി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.